ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശനി, ഞായർ, തിങ്കൾ നമ്മൾ വേറൊന്നും ചെയ്യണ്ട. ഈശോയുടെ പൊന്മുഖം മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നടന്നാൽ മതി. അവസാന വിധിയിൽ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്നലെ ധ്യാനിച്ചു ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ച. ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി പറയുകയാണ്, തിരുമുഖത്തിൻ്റെ ഭക്തിയെക്കുറിച്ചുള്ള 5 വർഷത്തെ ദിവ്യ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പരിഹാര പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി പൂർണ്ണമായി മനസ്സിലാക്കി. ഭൂമിയുടെ മുഖം തന്നെ മാറ്റുക എന്നതാണ് യേശുവിൻ്റെ തിരുമുഖ ഭക്തിയുടെ ലക്ഷ്യം. പ്രിയ കൂട്ടുകാരെ, നമ്മളിത് വെറും കളിയായിട്ട് തമാശയായിട്ട് എടുക്കരുത്. കാലം അവസാനിക്കാറായി. ഈശോയുടെ 2ാം വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുമല്ലെങ്കിൽ നമ്മളൊരിക്കൽ ഏത് നിമിഷമാണ് അന്ത്യവിധിക്കായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കേണ്ട വരിക അറിയില്ല. അപ്പോഴത്തേക്കുള്ള ഒരുക്കമാണിത്. ഭൂമിയുടെ മുഖം തന്നെ മാറ്റുന്ന ഒരു തിരുനാൾ ആഘോഷം, അതിനു വേണ്ടിയുള്ള ഒരുക്കം, അതാണ് യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ തിരുനാൾ. ഓരോ കുടുംബവും അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി തിരുമുഖത്തിൻ്റെ ഒരു ചിത്രം അവരുടെ വീടുകളിൽ സ്ഥാപിക്കുന്നത് പത്രോസിൻ്റെ മേരി കണ്ടു. ആദ്യം ദൈവത്തോടും പിന്നീട് അയൽക്കാരനോടും സമാധാനമുള്ളൊരു പുതിയ ലോകമായിരിക്കും അത്. യേശു പറഞ്ഞതുപോലെ തിരുമുഖത്തിൻ്റെ ഫോട്ടോ വെച്ചു. കന്യകാമറിയം പറഞ്ഞതുപോലെ ജപമാല ചൊല്ലി. പിന്നെ എല്ലാ വിശുദ്ധരോടും പറയുന്ന പോലെ കുർബാന കണ്ടു. പക്ഷേ പെറ്റമ്മയോട് മിണ്ടില്ല, തൊട്ട അയൽവാസിയോട് മിണ്ടില്ല, കുടുംബത്ത് നാത്തൂന്മാരോട് മിണ്ടില്ല. അല്ലെങ്കിൽ അവരെ എപ്പോഴും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും, തിരുമുഖത്തിൻ്റെ ഫോട്ടോ വയ്ക്കും. ഞാനിവിടെ തിരുനാളിന് ഒരുങ്ങുക. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ മുഖം ശരിക്കും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടും അയൽക്കാരനോടും സമാധാനമുള്ള ഒരു ലോകമായിരിക്കും, ഒരു ജീവിതമായിരിക്കണം. വിശുദ്ധ പത്രോസിൻ്റെ മേരി കണ്ടു എല്ലാ ഇടവകകളും യേശുവിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയെ ബഹുമാനിക്കുന്നത്. നമ്മുടെ കർത്താവ് വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരിയോട് പറഞ്ഞു, തിരുമുഖത്തിൻ്റെ പ്രതിച്ഛായ ഒരു ദിവ്യമായ മുദ്ര പോലെയാണ്. അത് പ്രാർത്ഥനയിലൂടെ ആത്മാക്കളിൽ പതിയപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുതുതായി പതിക്കാനുള്ള ശക്തി തിരുമുഖ ഭക്തിക്ക് ഉണ്ട്. കർത്താവ് പറഞ്ഞതാ, ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുതുതായി പതിക്കാനുള്ള ശക്തി തിരുമുഖ ഭക്തിക്കുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്താണ് ഫലം കിട്ടുക? ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുതിയതായി നമ്മുടെ ഹൃദയത്തിൽ പതിക്കും. നമ്മുടെ ആത്മാക്കളിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയെ, ഞാൻ അങ്ങയെ വണങ്ങുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയമുള്ള ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ, ദൈവത്വത്തിൻ്റെ ഉദാത്ത മുദ്രയായി എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നതിലൂടെ ഈ മുദ്ര എൻ്റെ മേൽ പതിക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിച്ഛായ വീണ്ടും എൻ്റെ ആത്മാവിൽ അതിൻ്റെ മുദ്രയാൽ പുനർനിർമ്മിക്കപ്പെടട്ടെ. ആമേൻ. പ്രിയ കൂട്ടുകാരെ, അന്ത്യകാലത്ത് പല മുദ്രകളെപ്പറ്റി പറയും. കൺഫ്യൂഷൻ ആക്കരുത്. നമുക്ക് ആകെ ഒരു മുദ്രയേ ഉള്ളൂ, ഈശോയുടെ തിരുമുഖം, ഈശോയുടെ കുരിശ്. ആ കുരിശിൽ കിടന്ന ഈശോയുടെ തിരുമുഖം, ഈശോയുടെ തിരുമുഖം മാത്രമാണ് നമുക്ക് അവസാന കാലത്തുള്ള മുദ്ര. നമ്മുടെ കർത്താവ് ലൂയിസ പിക്കരറ്റയോട് പറഞ്ഞു, സ്വർഗത്തിൽ വളരെ വലിയ ഒരു വിരുന്നുണ്ടാകും, ഒരു വലിയ വിരുന്ന്. ചുരുക്കം ചിലരെ മാത്രമേ ക്ഷണിക്കുള്ളൂ. ചുരുക്കം ചിലരെ മാത്രമേ ആ വിരുന്നിന് ക്ഷണിക്കുള്ളൂ എന്ന്. ലൂയിസ ചോദിച്ചു, ഈ വിരുന്ന് എന്താണ്? കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ തിരുമുഖത്തിൻ്റെ തിരുനാളാണ്. ചുരുക്കം ചിലരെ മാത്രമേ ക്ഷണിക്കൂ. പ്രിയ കൂട്ടുകാരെ,
ഇത് തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം. പക്ഷേ എത്ര കേട്ടാലും ആരും ഇതിൽ കാര്യമായിട്ട് ഗവനിക്കില്ല ഇതിനെ. അതാണ് ഈശോ ലൂയിസയോട് പറഞ്ഞത്, ഞാൻ വിരുന്ന് നടത്തും, പക്ഷെ കുറച്ച് പേരെ ക്ഷണിക്കൂ. പലരും ഇത് കേട്ടിട്ടും പലതും കേട്ടിട്ടുണ്ട്, അതുപോലെ ഒരെണ്ണം തന്നെ അല്ല കേട്ടോ. ഇത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ. ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ പതിക്കാൻ, ഈശോയുടെ തിരുമുഖം നമ്മുടെ കൂടെ നടക്കാൻ, ഈശോയുടെ തിരുമുഖം പറയുന്നത് കേൾക്കാൻ നമ്മെ ഒരുക്കുന്ന തിരുനാളാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ. വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരിയോട് പറഞ്ഞു, അന്ത്യകാലത്ത് ഏറ്റവും ആവശ്യമായ ഒരു ഭക്തിയാണ് തിരുമുഖ ഭക്തി. കാരണം അതുമാത്രമേ പിതാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈശോ നടത്തുന്ന വിരുന്നിൽ നമുക്ക് പോകണ്ടേ? ഈശോ നമ്മളെ ക്ഷണിക്കണ്ടേ? അതിന് നമുക്ക് ഈശോയുടെ തിരുമുഖത്തിനെ ആരാധിച്ചു കൊണ്ട് നടക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെട്ട മരിയ പിയറിനോട് പറഞ്ഞു, ഇന്ന് യഥാർത്ഥ അപ്പസ്തോലന്മാർ കുറവാണ്. യഥാർത്ഥ അപ്പസ്തോലന്മാർ ഇന്ന് കുറവാണ്. നമ്മളപ്പോൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രചാരകരായിട്ട് മാറണം. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്താണ്? ഈശോയാണ്, ഈശോയുടെ തിരുമുഖമാണ്. നമ്മൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രചാരകരായിട്ട് മാറണം. ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ മുമ്പിൽ നിന്ന് പിശാചുക്കൾ ഓടിപ്പോകുമെന്ന അമ്മ പറയുന്നത്. ഈശോയുടെ തിരുമുഖം കണ്ടാൽ പിശാചിന് നിൽക്കാൻ പറ്റില്ല. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ച നമുക്ക് ഈശോയുടെ തിരുമുഖത്തിന് മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കാം, കൊണ്ട് നടക്കാം, കൂടെ കൊണ്ട് നടക്കാം. നമ്മുടെ ഏത് പ്രശ്നങ്ങളും ഈശോയുടെ തിരുമുഖത്തോട് നമുക്ക് പറയാം. തിരുമുഖം നമ്മോട് സംസാരിക്കും. നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും ഒന്നായി ചേരാൻ, ഒട്ടിച്ചേർന്നിരിക്കാൻ, ഈശോയുടെ മുഖത്തിൻ്റെ പ്രതിച്ഛായകളായിട്ട് നമുക്ക് മാറാൻ. പാപികളാണ് നമ്മൾ, കുറവുകളേറെയുണ്ട്. ഈശോയുടെ തിരുമുഖത്തോട് പറയാം, ഈശോയുടെ പൊന്മുഖമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ തക്കവണ്ണം എന്നെ വിശുദ്ധിയുള്ളതാക്കണമേ. ഈശോയുടെ മുഖം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.